Hey guys, welcome back to our new vlog, Room on the View. അപ്പോൾ കഴിഞ്ഞ സെഗ്മെൻറ്റിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഡോഡ്ജിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ വണ്ടിയായ മാർക്ക് 2 അംബാസഡറാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത്. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് പരിചയപ്പെടാൻ പോണേ. ഇത് 1968 മോഡൽ ഒരു മാർക്ക് 2 അംബാസഡറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ സ്പെക്കൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടൊയോട്ടയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ടൊയോട്ടയുടെ ഗിയർ ബോക്സും ടൊയോട്ടയുടെ എഞ്ചിനാണ് അതിരിക്കുന്നത്. കാരണം ഇത് ഡെയിലി ഡ്രിവൺ ആയിട്ടുള്ള വണ്ടിയാണ്. അങ്ങളുടെ ലോക്കൽ പർപ്പസിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമുക്കതൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഗിയർ ബോക്സും എൻ്റെ എഞ്ചിൻ ഓപ്ഷനൊക്കെ. അല്ലാണ്ട് ഇതെല്ലാം കംപ്ലീറ്റ്ലി സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും ഒന്ന് വാക്ക് അറൗണ്ട് ചെയ്തിട്ട് നമുക്കത് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നമ്മുടെ മാർക്ക് 2 പരിചയപ്പെടാം. അപ്പോൾ പരിചയപ്പെടുന്നതിന് ഫസ്റ്റിൽ നമുക്ക് ഗ്രില്ലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നുവെച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഗ്രില്ല് കണ്ടു. ഗ്രില്ലാണ് നമ്മുടെ ഏത് വേരിയൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ശരിക്കും അംബാസഡറിൽ വരുന്ന മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 പിന്നെ ഗ്രാൻഡ് അങ്ങനെ കുറച്ച് ഓപ്ഷൻസിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന വണ്ടി മാർക്ക് 2 ആണ്. മാർക്ക് 2 വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രില്ല് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. മാർക്ക് 1 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയ ഗ്രില്ലായിരിക്കും. മാർക്ക് 3ലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ക്യൂട്ടായിട്ടുള്ള ഗ്രില്ലായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ മെയിൻലി കണ്ടിരിക്കുന്നത് വെച്ചാൽ മാർക്ക് 2 വരുന്ന വണ്ടി അവർ കൺവേർട്ട് ചെയ്ത് മാർക്ക് 3ലേക്കൊക്കെ ആകാറുണ്ട്. അപ്പോൾ ഇത് സ്റ്റോക്ക് മാർക്ക് 2 കണ്ടീഷനാണ് കിടക്കണേ. പിന്നെ ഇതിൻ്റെ ഇവിടെ വരുന്ന ഈ ഒരു ബാഡ്ജിങ് കണ്ടോ, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ഒരു ബാഡ്ജിങ് ലോഗോ വരുന്നുണ്ട്. അതൊക്കെ മാർക്ക് 2, മാർക്ക് 1 സീരീസിലാണ് ഈ രീതിയിൽ വരുന്നത്. പിന്നെ ഇവിടെ ബാഡ്ജിങ് വരുന്നുണ്ട്, അംബാസഡർ എന്ന് പറഞ്ഞാൽ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും കാണുന്ന നമ്മുടെ അംബാസഡറിൻ്റെ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, പിന്നെ ബമ്പർ എന്നൊക്കെ പറഞ്ഞാൽ മെറ്റൽ ബമ്പറുള്ള അന്യായ ബലമുള്ള ബമ്പറും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ നമ്പർ KLE രജിസ്ട്രേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു സീരീസിൽ വരുന്ന നമ്പറുകൾക്കാണ് എപ്പോഴും ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഓൾറെഡി 1968 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു 60 വർഷത്തോളം പഴക്കം ചെന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇതും അത്യാവശ്യം നീറ്റ് ആൻഡ് കണ്ടീഷനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ചെറിയൊരു റസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇതിൻ്റെ ടയർ തന്നെയാണ് കേട്ടോ. ടയർ, ഈ ഒരു റിമ്മും ഈ ഒരു ക്യാപ്പും നമ്മുടെ അംബാസഡറിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം മാർക്ക് 2 കണ്ടോ, മാർക്ക് 2 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റോക്കെല്ലാം തോന്നുന്നു, ഇത് വേറെ ഏതോ വണ്ടിയുടെയാണ്. പിന്നെ ഈ തൊപ്പി കണ്ടോ. അതുപോലെ പിന്നെ വരുമ്പോൾ നമ്മുടെ ഗ്ലാസ് പോർഷൻ വരുന്ന ഫുൾ കവറിങ് വരുന്ന അത്രയും അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ കാണിച്ചു തന്ന പോലെ അത്രയും കേർവ്ഡ് അല്ല, എന്നാലും സ്റ്റിൽ കുറച്ച് കേർവ്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ഗ്ലാസ്സാണ് ഇതിനകത്ത് വരുന്നത്. ഒരു തൊപ്പിയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആ ഒരു 68 മോഡൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ യൂഷ്വൽ സാധാ അംബാസഡർ തന്നെ. പിന്നെ ഇതിൻ്റെ ലോക്കൊക്കെ ഉണ്ടോ, നമ്മുടെ സാധാ എല്ലാ അംബാസഡറിലും കണ്ടുവരുന്ന ലോക്ക് സിസ്റ്റവും കാര്യങ്ങളും. പിന്നെ ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ വണ്ടി ലോവറായിട്ടൊന്ന് ഫീൽ ചെയ്യും. മറ്റുള്ള അംബാസഡറുകളെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ലോവറായിട്ട് ഫീൽ ചെയ്യും. മാർക്ക് 2, മാർക്ക് 1 ഒക്കെ കുറച്ചുകൂടെ ലോവേഡാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തൊരു ഇഷ്ടം എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകുവശം കേട്ടോ. നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ബാക്ക് വശം കാണാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇതിൻ്റെ ബാക്ക് വശമൊക്കെ. ഇവിടുത്തെ ലാമ്പൊക്കെ പോയി, എന്നാലും അടിപൊളിയാണ് കാണാൻ. ഇതിൻ്റെ ഒരു ലെറ്ററിങ് കണ്ടോ, അംബാസഡർ. പിന്നെ ഇതിൻ്റെ വലിയ കോട്ട, നല്ല വലിപ്പേറിയ മറ്റേ ഒരു നമ്പർ പ്ലേറ്റും കാര്യങ്ങളും. പിന്നെ ഈ ഒരു ഓവറോൾ ഷേപ്പും, പിന്നെ ഈ മെറ്റൽ ബമ്പർ. പിന്നെ ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട് മാർക്ക് 2 എന്ന് പറഞ്ഞ ലേബൽ. പിന്നെ നമ്മുടെ ഹെഡ് ലാമ്പ്, ടെയിൽ ലാമ്പ്, ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ വരുന്നത് വെച്ചാൽ കുറച്ച് കവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അന്ന് വരുന്നത് വെച്ചാൽ വെറും റോയായിട്ട് ഇൻഡിക്കേറ്ററും ടെയിൽ ലാമ്പും. അപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിരുന്നത് അന്ന്. കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാലപ്പഴക്കത്തിൻ്റേതായിട്ടുള്ളൊരു റെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ എന്നാലും വണ്ടി അടിപൊളിയാണ്, മിൻ കണ്ടീഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അങ്കിൾ ഇത് ഡെയിലി ഡ്രൈവറായിട്ട് യൂസ് ചെയ്യുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ പർപ്പസിനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഇതിൻ്റെ എഞ്ചിനിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു 4 സിലിണ്ടർ ടൊയോട്ടയുടെ എഞ്ചിനും അതുപോലെ തന്നെ ഒരു 4 ഗിയർ വരുന്ന ഒരു ഗിയർ ബോക്സ് സിസ്റ്റമാണ് അതിനകത്ത് വരുന്നത്. റിവേഴ്സും കൂടി ഇൻക്ലൂഡഡ് 5 ഗിയറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴും വീണ്ടും ഇതേ സെയിം രീതി തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇൻറ്റീരിയർ പരിചയപ്പെടാം. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് അകത്തേക്ക് കയറുക. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇതൊരു ബെഞ്ച് സീറ്റായിട്ടോ അതിനകത്ത് വരുന്നത്. ഇപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ ബക്കറ്റ് സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഈ ബെഞ്ച് സീറ്റും സെറ്റപ്പിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി ഇത് ബെഞ്ച് സീറ്റും കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോഴത്തെ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും
നമ്മുടെ ബക്കറ്റ് സീറ്റും അങ്ങനത്തെ ഒരു മറ്റേ കുഷ്യനായിട്ടുള്ള നല്ല കംഫോർട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് കംഫോർട്ടിന് യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ മറ്റേ വണ്ടിയിൽ അന്ന് കാണിച്ചു തന്ന പോലെ തന്നെ നല്ല കുഷ്യനായിട്ടുള്ള സീറ്റും നല്ല സ്പ്രിങ് ആക്ഷനൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ റൂഫിംഗ് ഒക്കെ ഉണ്ടോ, ഇപ്പോഴും എന്നെ റോയൽ ടച്ചിലാണ് നിൽക്കണമെന്ന് നോക്കി. ഇതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ, എൻ്റെ ബാക്ക് സീറ്റാണെങ്കിലും അതെ ഒരു രക്ഷയില്ലാത്ത ഫിനിഷിങ് കാര്യങ്ങളാണ് എൻ്റെ ബാക്ക് സീറ്റിലും വരുന്നത്. പിന്നെ ഇതിൻ്റെ വ്യത്യാസം വന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളാണ്. ഇത് സ്റ്റോക്ക് കണ്ടീഷൻ അല്ല, നമ്മുടെ കാലത്തിൻ്റെ ആയിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. AC വെക്കാനായിട്ട് ഇതിൻ്റെ അനലോഗും കാര്യങ്ങളൊക്കെ ആ സൈഡിലേക്ക് മാറ്റിയിട്ട് ഇവിടെ ഇപ്പോൾ AC ഓപ്ഷനൊക്കെയാണ് വരുന്നത്. ബാക്കിയെല്ലാം സ്റ്റോക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു മൈന്യൂട്ട് ചേഞ്ച് ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് പ്ലാറ്റ്ഫോം ഗിയറിലേക്ക് കൺവേർട്ട് ചെയ്തു. ആദ്യം ഇവിടെ വരുന്ന നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ വരുന്ന ഹാൻഡ് ഗിയറൊക്കെ ആയിരുന്നു, അപ്പോൾ അത് മാറ്റി ഇപ്പോൾ ഫ്ലോറിലേക്ക് മാറ്റി. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റിയറിങ്ങിലേക്ക് നോക്കിയാൽ കാണാം, സ്റ്റിയറിംഗ് ഒക്കെ സെയിം ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിലാണ് സ്റ്റിയറിംഗ് ഒക്കെ ഇരിക്കുന്നത്. ഇത് ശരിക്കും ഹോണിൻ്റെ ഓപ്ഷനാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഹോണാണ്, ഇപ്പോൾ വർക്കിംഗ് അല്ല. പിന്നെ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഡിക്കേറ്ററാണ്. പണ്ട് കാലത്ത് ഇൻഡിക്കേറ്റർ ഇതിട്ട് കഴിഞ്ഞാൽ റൈറ്റ്, അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ആവും. പിന്നെ ഇത് ലെഫ്റ്റ്, അങ്ങനെയാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ഓപ്ഷനൊക്കെ അന്ന് വന്നിരുന്നത്. പിന്നെ ഇതിൻ്റെ ഡോറിൻ്റെ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ വിൻഡോയുടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നോർമൽ, ബാക്കിയെല്ലാം കാര്യം നോർമലാണ്. ബാക്കി ഇതിൻ്റെ ഫ്ലോറൊക്കെ ആണെങ്കിൽ ഈ കണ്ടീഷനിലാണ് ഫ്ലോറൊക്കെ ഇരിക്കുന്നത്. കാരണം ഡെയിലി യൂസ് ചെയ്യുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിന് എന്തായാലും ഒരു വർക്ക് ചെയ്യാനുള്ള വണ്ടിയാണ്. അപ്പോൾ നിലവിൽ ഈ കണ്ടീഷനിലാണ് വണ്ടി ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ഒരു ഓപ്ഷൻസും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയാനായിട്ട്. ഇനി നമുക്കിൻ്റെ ബാക്ക് സീറ്റിൽ കയറിയിട്ട് ബാക്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ബാക്ക് സീറ്റിലേക്ക് വരുമ്പോഴും ഈ പറഞ്ഞ സെയിം രീതി തന്നെയാണ്, നല്ല സുഖമാണ് ഇരിക്കാൻ ബാക്കിൽ. ശരിക്കും അംബാസഡറിൽ യാത്ര സുഖം എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻറ്റ് തന്നെയാണ് മറ്റുള്ള എല്ലാ വണ്ടീനൊക്കെയും. നല്ല അടിപൊളിയായിട്ടുള്ള യാത്ര സുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സുഖം ഇതിനകത്ത് എനിക്കിപ്പോൾ ഇരിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഹെഡ് റൂം എനിക്ക് അത്ര ഇല്ല കേട്ടോ. എനിക്ക് ഹെഡ് റൂം ഈ സാധനം കുറച്ച് താന്നിരിക്കുക, അപ്പോൾ അതിൻ്റെതായിട്ട് എനിക്ക് തല ഇടിക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഇത് ഇങ്ങനെ പൊങ്ങിയിരുന്ന് കഴിഞ്ഞാൽ തല ഇടിക്കില്ല. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ ലൂസായിട്ടിരിക്കുക, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് തല ഇടിക്കുന്നുണ്ട്. പക്ഷേ ഈ ബാക്കി ഓവറോൾ ഈ കംഫോർട്ടും കാര്യങ്ങളൊക്കെ നല്ല സുഖമുണ്ട് ഇരിക്കാനൊക്കെ ആയിട്ട്. നല്ല തൈ സപ്പോർട്ടുണ്ട്, ലെഗ് റൂമുണ്ട്. അവിടെ ഹെഡ് റൂം മാത്രമേ എനിക്കൊരു ഇത്തിരി കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ നല്ല ചൂടാട്ടോ, നട്ടു ഉച്ചയ്ക്ക് നമ്മൾ വീഡിയോ എടുക്കണേ, അപ്പോൾ അതിനൊന്നും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് റിയർ പോർഷനും കാര്യങ്ങളും അതിൻ്റെ ഓവറോൾ ലുക്കൊക്കെ. അപ്പോൾ ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറിൻ്റെ ഓവറോൾ വ്യൂവും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. പിന്നെ നമ്മുടെ വണ്ടി കുറച്ച് പ്രായം ചെന്ന വണ്ടി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു 60 വയസ്സിന് മേളിൽ പ്രായം ചെന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടൊരു കാലപ്പഴക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്കിൾക്ക് അത് കൂടാണ്ട് വേറെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു കിയ ഉണ്ട്, പിന്നെ ഒരു വേറെ എന്തൊക്കെയോ വണ്ടികളുണ്ട്, ഒരു സിയാസൊക്കെ ഉണ്ട്, അതൊക്കെ പുറത്ത് പോയേക്കാണ്. അപ്പോൾ ഇവർക്ക് മെയിനായിട്ട് ബിസിനസ്സും കാര്യങ്ങളാണ്. അപ്പോൾ ഇവരുടെ ഇപ്പോൾ ഗാരേജ് നോക്കിയാൽ കാണാം എത്ര വണ്ടികളൊക്കെ കിടക്കണേ. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഭയങ്കര അട്രാക്റ്റീവാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്നുള്ള ലുക്കും കാര്യങ്ങളും. അപ്പോൾ കേസ് നമുക്ക് എന്തായാലും ഇതിൻ്റെ എഞ്ചിൻ റൂം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ ഇതിൻ്റെ എഞ്ചിനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ബട്ട് സ്റ്റിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് അടുത്തേക്ക് വന്നാൽ കാണാം, ഈ കാണുന്നത് ടൊയോട്ടയുടെ എഞ്ചിനാണ് വരുന്നത്. 4 സിലിണ്ടർ ഒരു എഞ്ചിനാണ്. അതുപോലെ ഗിയർ ബോക്സും കാര്യങ്ങളും മാറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ വണ്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടിയുടെ എഞ്ചിനൊക്കെ ഭയങ്കര ചെറുതായിട്ട് എനിക്ക് തോന്നും കേട്ടോ. മറ്റു 6 ലിറ്റർ പെട്രോൾ എഞ്ചിനായിരുന്നു, ഇത് ഡീസൽ എഞ്ചിനാണ് 4 സിലിണ്ടർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചേഞ്ച് കാര്യമൊക്കെ പറയാൻ. ഇത് പുതിയ ബാറ്ററിക്കാണ് കൊടുത്തേക്കണേ. പിന്നെ ഇവിടെ ഒരു കാലി സ്പേസുകൾ ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയൊരു എഞ്ചിനാണ് കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ ഗൈസ് നമ്മുടെ എഞ്ചിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ ഗൈസ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പോർച്ചിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ഈ 2 വണ്ടികളും കിടക്കണം. ഈ 2 വണ്ടി കിടക്കണമെന്ന് നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഭംഗി എത്രമാത്രമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇതിന് പകരം ഇവിടെ ഒരു ബെൻസോ BMW കിട്ടുമെങ്കിൽ പോലും ഇത്ര ഒരു ഭംഗി ഉണ്ടെന്ന് ഞാൻ പറയില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ വണ്ടീനെ 2 വണ്ടി ഇവിടെ കിടക്കുമ്പോൾ എന്തായാലും ആ വണ്ടിയിലേക്കൊന്നും ഓട്ടം പോവില്ല. അത്രയും ഒരു അട്രാക്റ്റീവ് രീതിയിലാണ് കേട്ടോ ഈ വണ്ടി 2 ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലോക്കൽ വർക്ക്ഷോപ്പിലേക്കാണ് കാണിക്കുന്നത്. ആൻഡ് ഈ വണ്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് റീസ്റ്റോറേഷന് പോകാനുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ റണ്ണിങ് കണ്ടീഷനാണ്. ഇത് ലോക്കൽ പർപ്പസിന് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേസ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കും നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാത്തത് നമ്മുടെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ഇത് പോയി കാണുക, എന്നിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം പറയാം. അപ്പോൾ കേസ് എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ചെറിയ വീഡിയോ ആണ്, ഞാൻ അധികം കൂടുതൽ നീട്ടി വലിച്ചൊന്നും ചെയ്യുന്നില്ല. സിമ്പിളായിട്ടൊന്ന് വാക്ക് അറൗണ്ട് ചെയ്ത് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. അപ്പോൾ ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വണ്ടികളും എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഈ സെഗ്മെൻറ്റിലൂടെ വരുന്നതാണ്. അതുവരെയും എല്ലാവർക്കും ബൈ. എൻ്റെ സൗണ്ടൊക്കെ ഫുള്ള് പോയി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.